അടുത്ത സംശയം, ബറാഅത്ത് രാവിന് നോമ്പ് ഉണ്ടോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, തബ്റാനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണിത്. അവിടെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൻ നിസ്ഫു ശഅബാനിൽ ഇറങ്ങി വരുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അവർക്കൊക്കെയും പുറത്തു കൊടുക്കുന്നു എന്ന് കാണാം. ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല, ചുരുക്കം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ മുശ്രിക്കിന് ഒഴികെ, മശാഹിനിന് ഒഴികെ ബാക്കി ഉള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അള്ളാഹു ശിർക്ക് വെച്ചവർക്കില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക്, അവരെ അകറ്റി നിർത്തിയവർക്ക്, അതുപോലെ തന്നെ കള്ളുകൂടി നിത്യമാക്കിയവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾ അതിന് ഒഴിവാണ് എന്ന ഒരു ഹദീസ് എവിടെ കാണാം? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, തബ്റാനിയിലുണ്ട്. അതുപോലെ ബൈഹഖിയിലും ഇബ്നു മാജയിലും കാണാൻ സാധിക്കും. ഏത്? ലൈലത്തുൻ നിസ്ഫു ശഅബാനിലെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കെൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള പുറത്തു കൊടുക്കല് പ്രതിഫലം അവർക്ക് ഉണ്ട് എന്ന്. ഇതെല്ലാം ഹദീസിൽ വന്നതാണ്. മാത്രമല്ല, നിസ്ഫു ശഅബാൻ എന്ന് പറയുമ്പോൾ അവിടെ അയ്യാമുൽ ബീദിന്റെ ഗണത്തിലും അത് വരുന്നു. ഒന്ന്. മൂന്നാമത്തത്, 4 ശഅബാൻ മാസം പ്രവാചകൻ അധികരിച്ച് നോമ്പ് അനുഷ്ഠിച്ചു എന്നതും കാണാം. ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇനി 15ന്റെ അന്ന് നോമ്പ് നോക്കണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതില്ല. ഈമാനിൽ വല്ല കളങ്കവും വരുന്നെങ്കിൽ ഒരു സംശയം അവിടെ വരാം, അത് നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം. എന്നാൽ പിന്നെ ഫിഖഹിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഫിഖ്ഹു ഷാഫിയില് നിസ്ഫു ശഅബാൻ എന്ന ഇബാറത്ത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഫിഖ്ഹു ഷാഫിയിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് തൽഖീനുസ് സുബിയാൻ എന്ന ഗ്രന്ഥം. ഒന്ന് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണം, മറ്റു ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടല്ല. അവിടെ കാണാം യുസ്തഹബ്ബു സൗമു നിസ്ഫി ശഅബാന എന്ന് കാണാം. അത് 15ന്റെ അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടതും എന്നും കാണാം. അപ്പോൾ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ആ പ്രത്യേകതകൾ എടുക്കാൻ നമ്മൾ തയ്യാറാവുക. പിന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലെ ഹദീസ് ലഈഫാണ് എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അത് എടുക്കണ്ട എന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് എനിക്കറിയുന്നത്. ഈ ലഈഫിന്റെ അർത്ഥം മനസ്സിലാക്കാതെ, ഇസ്തുലാഹുൽ ഹദീസ് അറിയാതെ എന്തെങ്കിലും തട്ടിവിടാനും വേണ്ടി ചില ആളുകൾ ഞാൻ അഭ്യസ്തനാണ് എന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവരോടൊക്കെയും പറയാനുള്ളത് ലഈഫിനെ കുറിച്ച് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ലഈഫിന് ഇസ്തുലാഹ് മനസ്സിലാകാത്തതിന്റെ പേരിൽ ലഈഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ബലം കുറഞ്ഞത്, അങ്ങനെയല്ല. ഇസ്തുലാഹിന് അതിനൊരു പേരുണ്ട്. അത് ഇസ്തുലാഹുൽ ഹദീസ് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ മുമ്പ് അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോടും അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ വരുന്നത്. ഇപ്പൊ ബലദിയിലെ ജോലിക്കാരനാണ്, ബലദിയിലെ മുദീർ എന്ന് നമ്മൾ പറയും. നമ്മൾ നാളെ ഗൾഫിൽ വരുമ്പോ അല്ലെ, മുനിസിപ്പാലിറ്റിയുടെ മുദീറാണെന്ന് പറയും. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലുണ്ട് അല്ലെ. ഏതാ രണ്ടർത്ഥം? ഒന്ന് ഈ കച്ചറ പെറുക്കണതിനോർക്ക് മുനിസിപ്പാലിറ്റി അറിയും, അതിന്റെ ഉള്ളിൽ രണ്ടാളും ഒരേ ഗണത്തില. അപ്പൊ ഒരു പദം കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ പദത്തമ്മ പിടികൂടിങ്ങാണ്ട് കാര്യങ്ങളെ അവഗണിക്കപ്പെടുന്ന ഒരു സ്വഭാവമോ രീതിയോ സ്വീകരിക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും ഈ ഇസ്തിലാഹുൽ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നതാണ്. അപ്പൊ ലഅഫഹു എന്ന് ചില ഇബാറത്തുകളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം. അതുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. എന്നതിന്റെ പേരിൽ ഇത് എടുക്കേണ്ടതല്ല, വലിച്ചെറിയണം എന്ന അർത്ഥം വെക്കാനൊട്ട് സാധ്യതയും ഇല്ല. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയാണ്, പല മസ്അലകളും അങ്ങനെയാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കാൻ കഴിയുക. ഇനിയിപ്പോ ഏതൊരു അമലുകൾ ഫളായിൽ അമൽ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നതിന്റെ സമയത്തും പിന്നിൽ ഇങ്ങനെ കുറെ കൊടി പിടിച്ച ആളുകൾ ഉണ്ടാവും. അബൂലഹബ് പ്രവാചകൻ പ്രബോധനത്തിന് ഇറങ്ങിയപ്പോൾ ബാക്കിൽ നടന്നിട്ട് അത് കളവാണ് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആ വഴിയല്ല, ഇങ്ങനെ ചിന്തിക്കൂ. നല്ല വഴികളിലാണ് പോകേണ്ടത്. നമുക്ക് ഇതൊക്കെ അല്ലേ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫത്ഹുൽ മുഈനിലോ മഹല്ലിയിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിലുണ്ടാവില്ല. അതിലില്ലാത്തതൊന്നും ഫിഖ്ഹിലില്ല എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. അതിലില്ലാത്ത മസല ചിലപ്പോൾ നൂറുൽ അബ്സാറിൽ വരെ വരും. അതും ഫിഖ്ഹാണ്. ഒരാളുടെ ഒരു പ്രസംഗത്തിൽ തന്നെ ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും പറയാൻ കഴിയോ? അല്ലെ അയാൾ കൊണ്ട് പറയാൻ കഴിയുമോ? ഒന്നുമില്ല. അയാൾ റെഫർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇനി അയാളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നില്ല എന്ന് വെക്കുക, എന്നാലും പിന്നെ ആ വിഷയം ഇല്ലാന്നാ. ഒരാളൊരു വിഷയം അവതരിപ്പിച്ചു, അയാൾ അവതരിപ്പിച്ചിട്ട് അത് എവിടെ എത്തുന്നില്ല. അപ്പൊ നമ്മളാണ് അർത്ഥം വെക്കണം അതില്ലാന്ന് അർത്ഥം വെക്കുന്ന നമ്മുടെ മോശമാണ്. അയാൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മനസ്സിലാണ്ടല്ലോ? അങ്ങനെയാണ്. അപ്പോ പിന്നെ കുടുസായർ വഴിയിലൂടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ ഏൽപ്പിച്ചു. ആ ഡ്രൈവർ വണ്ടി കിടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷെ ആ വണ്ടിയെ കൊണ്ടുപോകാൻ ആൾക്ക് കഴിയണില്ല. അപ്പൊ നമ്മളവിടെ ബോർഡ് ചെയ്തേക്കാണ്, ഡ്രൈവർമാർക്കാകുന്നത് ഇതിലെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. അതിലും വിദഗ്ധരായ ഡ്രൈവർ വരുമ്പോൾ അയാളെ ഓട്ടും.
അങ്ങനെയല്ലേ കാണാറുള്ളത്. അപ്പൊ കാര്യങ്ങൾ കാര്യബോധത്തോടു കൂടെ ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കത് തന്നിട്ടുണ്ട്. ആയത്തതാണ്. ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമ്മ പിടികൂടിങ്ങാണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. വിഷയം ഇത് ഞാൻ അതിന്റെ ഹദീസുകളൊന്നും ഓതാതെ ചുരുക്ക ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗൗരവം നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന്റെ കൂടെ അയ്യാമു തശ്രീഖിന്റെ അതിലെന്താത്ര സംശയിക്കാനുള്ള ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ അതിന്റെ ജവാബ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ സുആലട വന്നിട്ടുണ്ട്. ഇന്നലെ അയ്യാമുൽ ബീദ് പറഞ്ഞ ഒരു ബോർഡ് ഇട്ടിട്ട് തന്നെ അതിന്റെ ചർച്ച വന്നപ്പോൾ നമ്മൾ അഡ്മിറ്റ് സ്കൂളിൽ അപ്പൊ അത് അവിടേക്കൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മളെ കൈവശമുള്ള ക്വസ്റ്റിനോട് ഇങ്ങോട്ട് ഇറങ്ങാണ് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജവാബ് അതിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് അയ്യാമു തശ്രീഖിൽ നിന്ന് ഹറാമാണ്. എന്നാൽ ആ നോമ്പിനെ പിന്നെ 16നോ മറ്റോ എടുത്തോളും എന്ന് ഫിഖ്ഹിൽ പറഞ്ഞു. എവിടെ പറഞ്ഞു? മുഗനിയിലെ ഇബാറത്ത് വായിച്ചിട്ടാണ് ഞാൻ അയ്യാമുൽ ബീദിൽ അത് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ പണ്ഡിത സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ശേഷം കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് എന്നൊന്നും പറയാൻ പറ്റുന്നതല്ല. ഇതൊക്കെ മഹത്തുക്കളായ ഉലമാക്കൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വരതി നോക്കിയിട്ട് അതിന്റെ വസ്തുതപരമായ വിഷയം മാത്രമേ അതിൽ പറയുള്ളൂ. പറയാൻ പറ്റും എന്ന് ഉറപ്പിക്കപ്പെട്ട തഹ്ഖീഖുള്ള മസ്അലകൾ മാത്രമാണ് നമ്മുടെ പണ്ഡിത സഭ ആധികാരികമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. അതിനെ എതിർക്കാനെന്ന് ആര് ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഭാഗം വിജയിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ ഈ അഭിപ്രായങ്ങൾ വന്നാലും ഇഷ്ടംപോലെ ആളുകൾ ആ നോമ്പ് ചെയ്യും. കാരണം വർഷത്തിലൊരിക്കൽ വരികയാണ്. അപ്പൊ ഒരു നോമ്പാണ്. എങ്ങനെയാണെങ്കിലും നോമ്പ് ഫളലില്ല അല്ലേ? അതിൽ സംശയിക്കാനുണ്ടോ? ഷാബാൻ മാസം നോമ്പ് പോയിട്ടുന്നുള്ളത് കിട്ടും. അതുപോലെ പിന്നെ 15 നോമ്പുണ്ടെന്ന് ഫിഖ് വെളിവാക്കി തന്നു. അതേപോലെ പിന്നെ അത് അയ്യാമുൽ ബീദിന്റെ ദിവസമാണ് എന്ന് വന്നു. ഹദീസുകളുടെ പിൻബലം തൊബറാനിയിലും ഇബ്നു മാജയിലും ബൈഹഖിയിലും ഒക്കെ വന്നിട്ടുണ്ട്. ഷുബുൽ ഇമാനിലും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഉള്ളതാണ്. അവിടെ പേജ് നമ്പറുകളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നോക്കിയാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് അതിന്റെ വസ്തുത എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ പറയുന്ന മസ്അലകള് മുന്നും ബാക്കും നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ വീണ്ടും അത് വരുമ്പോൾ വീണ്ടും എടുത്ത് പറയണ്ടേ ഇൻഷാ അല്ലാഹ്.